ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം ശ്ലോകം 7. മാത്രാ ച നേത്രസലിലാസ്ത്രിതഗാത്രവല്യാ സ്തോത്രൈരഭീഷ്ടുതഗുണഃ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. മാത്രാ ച മാതാവായ ദേവകിയാൽ, നേത്രസലിലാസ്ത്രിതഗാത്രവല്യ അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. നേത്രസലിലാസ്ത്രിതഗാത്രവല്യ കണ്ണുനീർ കൊണ്ട് മൂടിയ ശരീരത്തോടു കൂടിയ. സ്തോത്രൈ അഭിഷ്ടുത ഗുണ അവിടെ വിസർഗമുണ്ട്. നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ സ്തോത്രൈരഭിഷ്ടുത ഗുണ. അഭിഷ്ടുത എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. സ്തോത്രൈ സ്തുതികൾ കൊണ്ട്, അഭിഷ്ടുത ഗുണ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടു കൂടിയവനും. ഇവിടെ അഭിഷ്ടുത എന്നുള്ളതിൻ്റെ ഷ്ടൂന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കരുണാലയത്വം ചേർത്തിട്ട് കരുണാലയസ്ത്വം. കരുണാലയ കാരുണ്യത്തിന് ഇരിപ്പിടവും ആയ ത്വം അവിടുന്ന്. പ്രാചീന ജന്മയുഗളം, പ്രാചീന ച എന്നാണ്, പ്രാചീന ജന്മയുഗളം കഴിഞ്ഞ 2 ജന്മങ്ങളും. പ്രതിബോധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബ എന്നുള്ളത് ബാലൻ എന്നൊക്കെ ഉള്ളതിലത്തേണ്. പ്രതിബോധ്യ അറിയിച്ചിട്ട്. താഭ്യാം ഭ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മാതാപിതാക്കളോട്. മാതുർഗിര അമ്മയുടെ വാക്കിനാൽ. ദധിത ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ദ എന്നുള്ളത് ദയേലത്തെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം സ്വീകരിച്ചു. മാനുഷബാലവേഷം മനുഷ്യ ശിശുവിൻ്റെ രൂപത്തെ. ഇതിൽ ബ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി, മൃദുവായിട്ട് പറയാനുള്ളതാണത്. മാത്രാ ച നേത്രസലിലാസ്ത്രിതഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ടുത ഗുണഃ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വാം ഹസ്തയോരഥിത ചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്തകളഹംസ കിശോരരമ്യം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ത്വത് പ്രേരിത തദനു ചേർത്തിട്ട് ത്വത് പ്രേരിത സ്തദനു. ത്വത് പ്രേരിത അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട, തദനു അനന്തരം, നന്ദതനൂജയാ തേ നന്ദതനൂജയ നന്ദഗോപരുടെ പുത്രിയാൽ, തേ അങ്ങയ്ക്ക്, വ്യത്യാസം ആരചയിതും ചേർത്ത് ചൊല്ലുമ്പോൾ വ്യത്യാസമാരചയിതും, വ്യത്യാസം സ്ഥാനമാറ്റം, ആരചയിതും ഉണ്ടാക്കുവാനായി, സ ഹി ശൂരസൂനു അവിടെ വിസർഗമുണ്ട്. സ ശൂരസൂനു ആ വസുദേവൻ. ഹസ്തയോർ അഥിത ഹസ്തയോരഥിത ചേർത്ത് ചൊല്ലുമ്പോൾ ഹസ്തയോരഥിത ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹസ്തയോരഥിത കൈകളിലെടുത്തു. ചിത്തവിധാര്യ
ഹൃദയത്തിൽ ധരിക്കപ്പെടേണ്ട. ആര്യൈ ശ്രേഷ്ഠന്മാരായ ജനങ്ങളാൽ. അംഭോരുഹസ്ഥ താമരയിൽ സ്ഥിതി ചെയ്യുന്ന. കളഹംസ കിശോരരമ്യം അരയന്നത്തിൻ്റെ ശിശു എന്ന വണ്ണം മനോഹരമായി തീരത്തക്ക വിധം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ അംഭോരുഹസ്ഥ കളകംസ കിശോരരമ്യം എന്നുള്ളതിൻ്റെ ഹസ്താന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഹസ്തയോരഥിത എന്നുള്ളതിൻ്റെ ഹസ്ത എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സാത്ത എന്നാണ്. അംഭോരുഹസ്ഥ എന്നുള്ളതിൻ്റെ സാത്ത എന്നാണ്. അപ്പം അത് നന്നായിട്ട് ഊന്നി പറയണം. അത് ശ്രദ്ധിച്ചോളൂ. രണ്ടും ഹസ്ത എന്ന് വരുകൊണ്ട് ഒന്ന് ഹസ്ത ഒന്ന് ഹസ്ത എന്നാണ്. അത് വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ത്വത്പ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വാം ഹസ്തയോരഥിത ചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്ഥകളഹംസ കിശോരരമ്യം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.